ഹലോ എവരിവൺ, എല്ലാവർക്കും ഈസിറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വീക്കിലി കണ്ടക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ വീക്കിലി കണ്ടക്ടേഴ്സ് പോകുന്നത്. കലയായിരിക്കും ഡെയിലി കണ്ടക്ടേഴ്സ് നമ്മൾ ഈസിറ്റ് അക്കാഡമിയുടെ എല്ലാ ദിവസവും നമ്മൾ പോകുന്നുണ്ട് 10 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരാഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതെല്ലാമെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ നമ്മുടെ വീക്കിലി കണ്ടക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീക്കിലി കണ്ടക്ടേഴ്സിലേക്ക് സ്വാഗതം. തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് 2025 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് ഏതാണ് പറയുന്നത്? അൻഡോറയാണ്. ഇതാണ് യൂറോപ്പിലെ അൻഡോറ എന്ന രാജ്യമാണ്. ഫ്രാൻസിന്റെ സ്പെയിന്റെയും അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഈ പറഞ്ഞ അൻഡോറ എന്ന് പറയുന്നത്. അപ്പൊ നംബിയോ സേഫ്റ്റി ഇൻഡെക്സിൽ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന അൻഡോറ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് തൊട്ട് പിന്നിൽ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ UAE ആണ്. ഓക്കെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് എന്ന് പറയുന്നത് തൊട്ട് താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നംബിയോ സേഫ്റ്റി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും താഴെ സേഫ്റ്റി ഏറ്റവും കുറഞ്ഞ രാജ്യം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ വെനസ്വേലയാണ്. വെനസ്വേലയ്ക്ക് എന്ത് ചെയ്യുക, അൺസേഫ് ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുക, മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ഇന്ത്യ എത്രാമതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 66ാമതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ 66ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെയും പുറയിലാണെന്ന് പറയുന്നത് ബ്രിട്ടനും അമേരിക്കയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെയും പിന്നിലാണെന്ന് പറയുന്നത് ബ്രിട്ടനും അമേരിക്കയൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും മുന്നിലുള്ളത് അതാണ് അൻഡോറ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യമാണ്. തൊട്ട് പുറയിലാണ് UAE ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം പറഞ്ഞാൽ 66ആണ്. ഓക്കെ, 66 ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഏറ്റവും പിന്നിലായിട്ട് വെനസ്വേലയുണ്ട്. ഓക്കെ, അടുത്തത് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, എന്താണ് സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാനയാണ്. ഓക്കെ ആണ്, തെലങ്കാനയാണ്. ഓക്കെ, തെലങ്കാന എന്നുള്ള സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വുമൺ, അതേപോലെ എന്താണ് സ്ത്രീകൾക്ക് മറ്റുമായിട്ട് എന്ത് ചെയ്യാം, സൗജന്യമായിട്ട് എന്ത് ചെയ്യാം, അവിടുത്തെ പബ്ലിക് ബസ്സുകളിൽ എന്ത് ചെയ്യാൻ പറ്റും, യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കർഷകരെ ശാക്തീകരിക്കുന്നതിനും കാലാവസ്ഥ പ്രതിരോധിക്കുന്നതിനും സുസ്ഥിര ചിലവ് കുറഞ്ഞതുമായുള്ള കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാന്നുള്ളതാണ്. അതായത് കാർഷിക ശാക്തീകരണവും അതേപോലെ തന്നെ കാലാവസ്ഥയെ പ്രതിരോധം, അതായത് മഴയൊക്കെ വന്ന് ഇന്ത്യ കൃഷി നശിക്കുന്നുണ്ടല്ലേ, അതിന് സുസ്ഥിര ചിലവ് കുറഞ്ഞ കൃഷി രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷി സമൃദ്ധി പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയാണ്. അതേപോലെ മഹാരാഷ്ട്രയിൽ മറ്റു പ്രത്യേകതയും കൂടി ഉണ്ട്. അതായത് നമ്മുടെ കോഴി വളർത്തല്, ഇതിലെ കന്നുകാലി വളർത്തലെല്ലാം നമ്മുടെ കൃഷി അല്ലെങ്കിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ആ ഒരു വിഭാഗത്തിലേക്ക് കൂട്ടിച്ചേർത്ത സംസ്ഥാനം കൂടിയാണെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് മഹാരാഷ്ട്ര പ്രത്യേകത പറയുന്നത്. അടുത്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യം ഏതാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യം ഏതാണ്? മനാവത്തു ആണ്. മനാവത്ത് പറയുമ്പോൾ ഓസ്ട്രേലിയക്ക് ഇച്ചിരി ദൂരമുള്ള ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രമാണ് ഈ മനാവത്ത് എന്ന് പറയുന്നത്. ടൂറിസമാണ് പ്രധാനപ്പെട്ട വരുമാന ഘടകം എന്ന് പറയുന്നത്. നമ്മൾ മാലിദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ് പറഞ്ഞ മനാവത്ത് എന്ന് പറയുന്നത്. ചുറ്റിനും എന്താണ്, കടലാൽ ചുറ്റപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ മനാവത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഗോള താപനം കാരണം എന്താണ്, ഈ കടലിലെ വെള്ളം ഉയരുന്നു, മറ്റും അവർക്ക് ഭീഷണിയായിട്ട് ഉയരുന്നുണ്ട്. അപ്പൊ കാലാവസ്ഥ വ്യതിയാനം പോലെ ഉന്മൂല ഭീഷണി നേരിടുന്ന തെക്കൻ ദ്വീപ് രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്? മനാവത്തുമാണ്. ഇതാണ് മനാവത്തുമാണ്. ഓക്കെ, അടുത്തത് കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി ഏതാന്നുള്ളതാണ്. ഓക്കെ, കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം തുമ്പി ഏതായിരുന്നു? ലിറിയോ തോമസ് എബ്രഹാമി എന്നുള്ളതാണ്. എന്താണ്? ലിറിയോ തോമസ് എബ്രഹാമി എന്നുള്ളതാണ്. അതായത് വിഖ്യാതനായിട്ടുള്ള എബ്രഹാം സാമുവൽ എന്ന് പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള എന്താണ് നമ്മുടെ ചെറിയ ചെറിയ പ്രാണികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനായിട്ടുള്ള എബ്രഹാം സാമുവലിന്റെ അദ്ദേഹത്തിന്റെ ഒരു സ്മരണാർത്ഥമാണെന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇതിന് ലിറിയോ തോമസ് എബ്രഹാമി എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ അടുത്തിന് മറ്റൊരു ചിത്രശലഭത്തെ കണ്ടെത്തിയത് സോബ്രോഫീറ്റസ് മാറ്റേവി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോർജ് മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എന്താണ് സ്മരണാർത്ഥമാണ്. അതായത് അതിന് എന്ത് ചെയ്യുന്ന മാറ്റേവി എന്ന് പറഞ്ഞ അവസാന പേര് എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ.
അപ്പോൾ രണ്ട് ശലഭങ്ങളുണ്ട്. ഒരു ശലഭം എന്ന് പറയുന്നത് സോഗ്രാഫിക്കസ് മാറ്റിക, അത് പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയതാണ്. അതേപോലെ കേരളത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം തുമ്പി എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് ലിറിയോതേമസ് എബ്രഹാമിയാണ്. അതാണ് ലിറിയോതേമസ് എബ്രഹാമി എന്ന് പറയുമ്പോൾ ഓണത്തിനൊക്കെ വീട്ടിലും തുമ്പികളില്ലേ, അതേപോലെ ഒരു കാറ്റഗറിയാണ് ഈ പറയുന്നത് ലിറിയോതേമസ് എബ്രഹാമി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏത് സംസ്ഥാനത്തെ മെൻഹിറുകൾ എന്നറിയപ്പെടുന്ന പുരാതന പണികളുള്ള സ്മാരകശിലകളാണ് ദേശീയ പ്രാധാന്യമുള്ളതായിട്ട് ആർക്കിയോളജിക്കൽ ഇന്ത്യ പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അതെവിടെയാണ്? മിസോറാമിലാണ്. എവിടെയാണ്? മിസോറാമിലെ എന്താണ്? ചമ്പായ് ടൗണിലാണ്. അതായത് ചമ്പായ് ടൗണിൽ കാണുന്ന, മിസോറാമിലെ ചമ്പായ് ടൗണിൽ കാണപ്പെടുന്ന ശിലാലിഖിതങ്ങൾ വേണമെങ്കിൽ പറയുന്നത്, ശിലാലിഖിതമല്ല, ശിലയിൽ ചില എന്താണ്, ചില ജോമെട്രിക്കൽ ഫിഗേഴ്സ്, ഒക്കെ ചില ജാമതീയ രൂപങ്ങൾ മറ്റവർ ഇതിൻ്റെ പണ്ട് കാലത്തെ അവരുടെ സിവിലൈസേഷൻ അല്ലെങ്കിൽ അവരുടെ കാലത്ത് അവരുടെ ട്രൈബിനെ മറ്റും എന്ത് ചെയ്യുക, അവരുടെ പാരമ്പര്യം മറ്റും കാണിക്കുന്ന ഒരു കല്ലാണ്. നമ്മൾ പണ്ട് തമിഴ്നാട്ടിൽ കണ്ടിട്ടില്ലേ, വീരക്കല്ല് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് അത്തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായമാണ് എന്താണ് ശിലാലിഖിതങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ പറയുന്നത് ഈ സ്മാരക എന്താ പറയുന്നത് മെൻഹിറുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് കണ്ടത് ഈ ചമ്പായ് ടൗണിലാണ്. മിസോറാമിലെ ചമ്പായ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഗ്രാമത്തിലാണ്, ചമ്പായ് എന്ന് പറയുന്ന ഗ്രാമത്തിലായിരുന്നു അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ്. എവിടെയാണ്? മിസോറാമിലാണ്. ഓക്കെ, മറക്കരുത്. അടുത്തത് ചെസ് ലോകകപ്പിന് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നുള്ളത്. ഓക്കെ, ചെസ് ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്നുള്ളതായിരുന്നു ചോദ്യം. ആരായിരുന്നു? ദിവ്യ ദേശ്മുഖ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വട്ടം പറഞ്ഞ കാര്യമാണെന്ന് പറയുന്നത് ദിവ്യ ദേശ്മുഖിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. നിങ്ങൾക്കറിയാം ഫിഡെ എന്ന് പറയുന്ന എന്താണ് നമ്മുടെ ജോർജിയയിൽ വിറ്റുമിയിൽ വെച്ച് നടന്ന എന്താണ് ഫിഡെ എന്ന് പറയുന്ന ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ദിവ്യ ദേശ്മുഖ് എന്ത് ചെയ്യുന്നത് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ചെസ് ലോകകപ്പിൽ വുമൻസ് ചെസ് ലോകകപ്പിൽ എന്താണ് ഫൈനലിലെത്തുന്ന ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖാണ്. ദിവ്യ ദേശ്മുഖ് എന്താണ് ഫിഡെ ചാമ്പ്യൻഷിപ്പിൽ എന്ത് ചെയ്തിരുന്നു? ജയിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, ജയിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ വെച്ച് നടന്നതെന്ന് ചോദിച്ചാൽ ജോർജിയയിൽ വിറ്റുമിയിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. നമ്മളെ ജോർജിയയെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നത് ജോർജിയയിൽ വിറ്റുമിയിലാണ്, ടിബിലിസി അല്ല. നമ്മൾ അപ്പോഴേ പറഞ്ഞിരുന്നത് എന്താണ് ടിബിലിസി എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സ്ഥലമാണ് ടിബിലിസി അല്ല, വിറ്റുമിയാണ് നമ്മൾ എത്തിയിരുന്നത്. അന്നത്തെ ക്ലാസ് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ചെസ് ലോകകപ്പിന്റെ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്ന ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. ആരാണ്? ദിവ്യ ദേശ്മുഖ് ആണ്. എവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ജോർജിയ വിറ്റുമിയിലാണ്. ഓക്കെ, ജോർജിയയിൽ വിറ്റുമിയിൽ വെച്ചാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ഏത് അയൽരാജ്യത്തെ ബുദ്ധക്ഷേത്രത്തിനാണ് അശോകൻ സ്തംഭത്തിന്റെ ഒരു മാതൃക അനാച്ഛാദനം ചെയ്തതെന്നുള്ളതാണ്. ഓക്കെ, അടുത്തിടെ ഏത് അയൽരാജ്യത്തിൽ ബുദ്ധക്ഷേത്രത്തിലാണ് അശോകൻ സ്തംഭത്തിന്റെ ഒരു മാതൃക അനാച്ഛാദനം ചെയ്തതെന്നുള്ളതാണ്. ഏതായിരുന്നു? ശ്രീലങ്കയായിരുന്നു. ഏതാണ്? ശ്രീലങ്ക രാജ്യത്തായിരുന്നു പറയുന്നത് എന്താണ് അശോകന്റെ എന്താണ് അശോക സ്തംഭത്തിന്റെ ഇത് മാതൃക അനാച്ഛാദനം ചെയ്തൊക്കെ അറിയായിരിക്കും. നമ്മുടെ ഇന്ത്യയുടെ അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ എന്താണ് നമ്മുടെ എംബ്ലമായിട്ട് കാണപ്പെടുന്ന അശോക സ്തംഭം എന്ന് പറയുന്നത് എന്താണ് ഇപ്പം അശോകന്റെ കാലത്ത് എന്തിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളതായിരുന്നു. ഓക്കെ, നമ്മൾ സാരാനാഥിൽ എക്സ്കവേഷനിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പറയുന്നത് അശോക സ്തംഭം എന്ന് പ്രധാനമായിട്ട് പറയുന്നത് എന്താണ് അശോകന്റെ അധികാര കേന്ദ്രങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്തംഭം പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സ്തംഭത്തിൽ പ്രധാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഉള്ളിനെ കാണാം, അതേപോലെ എന്താണ് കുതിരയെ മറ്റും കാണാൻ പറ്റും. അതുപോലെ 4 വശത്തേക്ക് നോക്കി നിൽക്കുന്ന സിംഹം. ഓക്കെ, പൊതുവെ ചില ചോദ്യങ്ങൾ അത് കണ്ടിട്ടുണ്ട്. എന്ത് അശോക സ്തംഭത്തിൽ എത്ര സിംഹങ്ങളുണ്ടെന്നുള്ളത്. ഓക്കെ, 4 അതായത് ഫ്രണ്ടിലും ബാക്കിലും ഇരുവശങ്ങളായിട്ട് 4 സിംഹങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ 3 കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത അയൽരാജ്യത്തെ ബുദ്ധക്ഷേത്രത്തിലാണ് അശോകന്റെ സ്തംഭന്റെ മാതൃക അനാച്ഛാദനം ചെയ്തു വെച്ചാൽ എവിടെയാണത്? ശ്രീലങ്കയിലാണ്. ഓക്കെ, ശ്രീലങ്ക സാരാനാഥിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? അശോക സ്തംഭം നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് തരുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമായ ആകാശ് പ്രൈം വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ സൈന്യം തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ആകാശ് പ്രൈം വിജയകരമായിട്ട് പരീക്ഷിച്ചത് എവിടെയാണ്? ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ, ലഡാക്കിലാണെന്ന് പറയുന്നത് ആകാശ് പ്രൈം വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടായത്. അതായത് ഏരിയൽ അറ്റാക്കുകൾ, അതായത് UAV പോലുള്ള അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമ്മുടെ ഇന്ത്യൻ ബോർഡറിലേക്ക് കടന്നു വന്നിട്ടുള്ള തുർക്കിഷ് മെയ്ഡായിട്ടുള്ള തുർക്കിഷ് നിർമ്മിതമായിട്ടുള്ള എന്ത് ചെയ്തു വിമാനങ്ങളെ മറ്റുമാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരത്തിലുള്ള അൺമാൻഡ് ആയിട്ടുള്ള അതായത് മനുഷ്യരില്ലാതുള്ള എന്താണ് ഏരിയൽ വെഹിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ഡ്രോണുകളെ മറ്റും എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ കണ്ടെത്തി നിർവീര്യമാക്കാൻ ശേഷിയുള്ള മിസൈലാണ് ഈ പറഞ്ഞ ആകാശ് പ്രൈം എന്ന് പറയുന്നത്. അത് ടെസ്റ്റ് ചെയ്ത് ആരായിരുന്നു? അത് ആർമി എയർ ഡിഫൻസ് ആയിരുന്നു. ഓക്കെ, ആർമി എയർ ഡിഫൻസ് എന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ലഡാക്കിലാണ്. എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ,
അടുത്തത് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ G7 രാജ്യം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ G7 രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഏതാണ് രാജ്യം? ഫ്രാൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്കറിയായിരിക്കും ആദ്യം ഫ്രാൻസ് ആണ് അംഗീകരിക്കുന്നത്, രണ്ടാമത് UK, ഇപ്പം എന്ത് ചെയ്തു? കാനഡയും ഇന്ത്യയും പോകുന്നു. അത് പലസ്തീനെ ഇന്ത്യ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിച്ച ആദ്യ G7 രാജ്യം എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്, രണ്ടാമത് UK അല്ലെങ്കിൽ ബ്രിട്ടനാണ്, മൂന്നാമത് ഏതാണ്? നമ്മുടെ കാനഡയാണ്. ഓക്കെ, അടുത്തത് പുരുഷ പോൾവാട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരാണെന്നുള്ളതാണ്. ഓക്കെ, പുരുഷ പോൾവാട്ടില് ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് നേടിയത് ആരായിരുന്നു? ദേവകുമാർ മീണയാണ്. ആരാണ്? ദേവകുമാർ മീണ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറയുന്നത്. ഓക്കെ, ദേവകുമാർ മീണ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ പോൾവാട്ടില് ദേശീയ റെക്കോർഡ് നേടിയത് ആരാണ്? ദേവകുമാർ മീണയാണ്. ഓക്കെ, ദേവകുമാർ മീണ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയായിരിക്കും ഫിസു എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ എന്താണ് യൂണിവേഴ്സിറ്റി സ്പോർട്സ് ഒക്കെ ഇവിടെ നടക്കുകയാണ്, ജർമ്മനിയിൽ വെച്ച് നടക്കുകയാണ് അല്ലേ. അപ്പൊ അവിടെ വെച്ചാണ് എന്തായത് നമ്മുടെ ദേവകുമാർ മീണ എന്ത് ചെയ്യുന്നത്? വിജയകരമായിട്ട് എന്ത് ചെയ്യുന്നത്? അദ്ദേഹം ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റെക്കോർഡ് എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നു? 5.4 ആയിരുന്നു. അത് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഇപ്പം പുതുതായിട്ടുള്ള റെക്കോർഡാണ്. അദ്ദേഹം തൊട്ട് മുമ്പ് റെക്കോർഡ് ഭേദിച്ചതിന് ശേഷം അദ്ദേഹം 5.4 എന്ന് പറയുന്ന പുതിയ റെക്കോർഡുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അതിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദേവകുമാർ മീണ പുരുഷ പോൾവാട്ടിൽ ഇന്ത്യയുടെ ദേശീയ റെക്കോർഡ് നേടിയതാണ്. ദേവകുമാർ മീണയാണ്. എവിടെ വെച്ചാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫിസു എന്ന് പറയുന്ന എന്താണ് ഇന്റർനാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ്. ഓക്കെ, ഇന്റർനാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി, അതായത് യൂണിവേഴ്സിറ്റി തമ്മിലുള്ള ഇന്റർനാഷണൽ ഗെയിംസ് ആണത്. അതിലാണ് ദേവകുമാർ മീണ എന്ത് ചെയ്യുന്ന റെക്കോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് 2025 ജൂലൈയിലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ടീം ഗോൾ കീപ്പർ ആരാണെന്ന് പറയാം. 2025 ജൂലൈയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ടീം ഗോൾ കീപ്പർ ആരായിരുന്നു? അദിതി ചൗഹാൻ ആയിരുന്നു. ആരായിരുന്നു? അദിതി ചൗഹാൻ ആയിരുന്നു. 2025 ജൂലൈയിൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ഇന്ത്യൻ വനിതാ ടീം ഗോൾ കീപ്പർ ആരാണ്? അദിതി ചൗഹാൻ ആണ്. ആരാണ്? അദിതി ചൗഹാൻ ആണ്. ഓക്കെ, അടുത്തത് ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് അല്ലെങ്കിൽ GSL നിന്ന് നിർമ്മിച്ച രണ്ടാമത്തെ അവസാനത്തെ തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഗോവൻ ഷിപ്പ്യാർഡ് എന്നറിയാം. ഗോവൻ ഷിപ്പ്യാർഡിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ അവസാനത്തെ തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്ര പ്രജേത എന്നാണ്. എന്താണ്? സമുദ്ര പ്രജേത എന്നാണ്. പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞാൽ സമുദ്രത്തിൽ അടിഞ്ഞുകൂടുന്ന പ്രധാനപ്പെട്ട മാലിന്യങ്ങൾ എന്ത് ചെയ്യുക? അതിൽ നിന്ന് നീക്കം ചെയ്യുക, സമുദ്രത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ പറ്റുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനാണ്. ആർക്കാണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് ആദ്യം പറയുന്നത് സമുദ്ര പ്രജേത പറഞ്ഞ കപ്പൽ ഓപ്പറേറ്റ് ചെയ്യാൻ നൽകിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണശാല എന്ന് പറയുന്നത് അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഗോവൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച രണ്ടാമത്തെയും അവസാനത്തെയും തദ്ദേശീയ മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതായിരുന്നു? സമുദ്ര പ്രജേതായിരുന്നു. ഏതാണ്? സമുദ്ര പ്രജേത് ആണ്. ഓക്കെ, അടുത്ത 2025 പെൻ ഫ്രാൻസിസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണെന്നുള്ളതാണ്. ഓക്കെ, 2025 പെൻ ഫ്രാൻസിസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഗീതാഞ്ജലി ശ്രീയാണ്. ആരാണത്? ഗീതാഞ്ജലി ശ്രീയാണ്. ഓക്കെ, 2025 പെൻ ഫ്രാൻസിസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഗീതാഞ്ജലി ശ്രീയാണ്. ഓക്കെ, ഓക്കെ, എന്താണ് അവരുടെ പ്രശസ്തമായിട്ട് ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ ഒരിക്കലും ഇവിടെ എന്താണ് ആനകൾ ജീവിച്ചിരുന്നത് പറഞ്ഞിരുന്നു ഒരു പുസ്തകം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പെൻ ഫ്രാൻസിസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരി ആരാണ്? ഗീതാഞ്ജലി ശ്രീയാണ്. ആരാണ്? ഗീതാഞ്ജലി ശ്രീയാണ്. ഇപ്പോൾ പെൻ ഫ്രാൻസിസ് പുരസ്കാരം എന്ന് പറയുന്നത് അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറം നൽകുന്ന പുരസ്കാരമാണ്. ഓക്കെ, ഓക്കെ, അടുത്തത് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ ആദരിക്കുന്നതിനായിട്ട് രാജസ്ഥാൻ നിയമസഭ സ്ഥാപിക്കുന്ന ഉദ്യാനം ഏതാണെന്നുള്ളതാണ്. ഓക്കെ, കാർഗിൽ യുദ്ധത്തിലെ വീരമൃത്യു വരിച്ച സൈനികർക്കായിട്ട് എന്താണ് ആദരിക്കുന്നതായിട്ട് രാജസ്ഥാൻ നിയമസഭ സ്ഥാപിക്കുന്ന ഉദ്യാനം ഏതാണ്? ശൗര്യവാടികയാണ്. എന്താണ്? ശൗര്യവാടികയാണ്. ഓക്കെ, എവിടെയാണ്? എന്താണ്? ശൗര്യവാടിക എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ശൗര്യവാടിക എന്നാണ് തിരിഞ്ഞു പോകുന്നത്. എന്താണ്? ശൗര്യവാടിക എന്നാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അതേപോലെ തന്നെ എന്തുണ്ട്? നമുക്ക് കാർഗിൽ വാർ മെമ്മോറിയൽ എവിടെയുണ്ട്? നമുക്ക് നമ്മുടെ ലഡാക്കിൽ മറ്റേ ചെയ്യുന്നുണ്ട്, സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ലഡാക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അല്ലേ? 1999 നടന്ന കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു സൈനികർക്ക് വേണ്ടി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒന്നാണ് ഈ പറഞ്ഞ കാർഗിൽ വാർ മെമ്മോറിയൽ എന്ന് പറയുന്നത് അല്ലെ. ടൈഗർ ഹിൽസും അതേപോലെ എന്താണ് നമ്മുടെ ഈ പറയുന്ന കാർഗിൽ മലമുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ധീരമായിട്ട് പോരാടിയതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പറയുന്നത് കാർഗിൽ വാർ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ രാജസ്ഥാൻ സർക്കാർ ഇനി എന്ത് ചെയ്യുക? സ്ഥാപിക്കാൻ പോകുന്ന ഉദ്യാനം പറയുന്നതാണ് ഏതാണ്? എന്താണ്? ശൗര്യവാടികയാണ്. ഏതാണ്? ശൗര്യവാടികയാണ്. ഓക്കെ, അടുത്തത്
39ാമത് അതായത് 2027 നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, 39 2027 നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണെന്ന് അറിയാമോ? മേഘാലയയിലാണ്. എവിടെയാണ്? മേഘാലയയിലാണെന്ന് പറയുന്നത്. 2027 നാഷണൽ ഗെയിംസിൽ 39ാമത് നാഷണൽ ഗെയിംസിന് എന്ത് ചെയ്യുന്നത് വേദിയാകുന്നത് എവിടെയാണ്? മേഘാലയയാണ്. എവിടെയാണ്? മേഘാലയയാണ്. അതേപോലെ പഠിച്ച മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 38ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? 38ാമത് നാഷണൽ ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണെന്ന് അറിയാമോ? അത് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണെന്ന് പറയുന്നത്. 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? 39ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയയിലും 38ാമത് നാഷണൽ ഗെയിംസിന് വേദിയാകുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലുമാണ്. ഓക്കെ, അടുത്തത് സ്ത്രീകളുടെ സുരക്ഷ, ശാക്തീകരണം, അന്തസ് എന്നിവയ്ക്കായിട്ട് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സംയോജിത സ്ത്രീ ശാക്തീകരണ പദ്ധതി ഏതാണെന്നുള്ളതാണ്. ഓക്കെ, സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ ശാക്തീകരണം, അന്തസ് എന്നിവയ്ക്കായിട്ട് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സംയോജിത സ്ത്രീ ശാക്തീകരണ പദ്ധതി എന്താണ്? മിഷൻ ശക്തി എന്നുള്ളതാണ്. എന്താണ്? മിഷൻ ശക്തി എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ഹിന്ദി ഭാഷ മെഡിക്കൽ കോളേജ് നിലവിൽ വരുന്നത്. നമ്മൾ അത് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഇന്ത്യയിൽ ആദ്യത്തെ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? അത് കൽക്കട്ട മെഡിക്കൽ കോളേജ് ആയിരുന്നു. എവിടെയാണ്? കൽക്കട്ട മെഡിക്കൽ കോളേജ് 1735 കൽക്കട്ടയിൽ സ്ഥാപിതമായിട്ടുള്ള കൽക്കട്ട മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അതേപോലെ ലോർഡ് വില്യം ബെന്റിങ്ങിന്റെ കാലത്താണെന്ന് പറയുന്നത് ഈ കൽക്കട്ട മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. ഓക്കെ, 1835 ലോർഡ് വില്യം ബെന്റിങ്ങിന്റെ കാലത്താണെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൽക്കട്ടയിൽ കൽക്കട്ട മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ എന്താണ്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസ അടിസ്ഥാനമായിട്ടുള്ള മെഡിക്കൽ കോളേജ് ആണെന്ന് പറയുന്നത് ഈ പറഞ്ഞ കൽക്കട്ട മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ 2025 വനിതാ യൂറോ കപ്പിലെ ജേതാക്കൾ ആരാണെന്നുള്ളതാണ്. ഓക്കെ, 2025 വനിതാ യൂറോ കപ്പിലെ ജേതാക്കൾ ആരെല്ലാം ആയിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 2025 യൂറോ കപ്പ് നടന്നത് എവിടെയായിരുന്നു? സ്വിറ്റ്സർലാൻഡിലായിരുന്നു. അതേപോലെ 2025 യൂറോ കപ്പിലെ ജേതാക്കൾ ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. ആരാണ്? ഇംഗ്ലണ്ട് ആയിരുന്നു. ഓക്കെ, അടുത്തത് 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന പുസ്തകത്തിലായിരുന്നു. സംവിധാനം ഫാസിൽ മുഹമ്മദ് ആയിരുന്നു. അതേപോലെ മികച്ച നടൻ നോക്കിക്കഴിഞ്ഞാൽ ആരായിരുന്നു? മികച്ച നടൻ 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന്റെ മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്ത ആരായിരുന്നു? ആസിഫ് അലി ആയിരുന്നു. ആരാണ്? ആസിഫ് അലിയാണ്. അദ്ദേഹത്തിന്റെ നിഷ്കിന്ത കാണ്ഡം, അതേപോലെ തന്നെ എന്താണ് ലെവൽ ക്രോസ് എന്നീ പറയുന്ന സിനിമകൾക്കായിരുന്നു അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച നടി എന്ന് പറഞ്ഞ ചിന്നു ചാന്ദിനി ആയിരുന്നു. ആരാണ്? ചിന്നു ചാന്ദിനി. അതേപോലെ മികച്ച സംവിധായകൻ എന്ന് പറഞ്ഞ ആരായിരുന്നു? മികച്ച സംവിധായകൻ 16ാമത് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് മികച്ച സംവിധായകനായിട്ട് അദ്ദേഹം അവാർഡ് ലഭിച്ചത് ആർക്കായിരുന്നു? ചിദംബരത്തിനായിരുന്നു. ആർക്കാണ്? ചിദംബരമാണ്. മഞ്ഞുമൽ ബോയ്സിലെ സംവിധായകനായിട്ടുള്ള ചിദംബരത്തിനാണ് പറയുന്നത് 16ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, JC ഡാനിയൽ എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു ചിത്രം അത് എടുക്കുന്ന ആരാണ്? JC ഡാനിയലാണ്. ആരാണ്? JC ഡാനിയൽ. അദ്ദേഹത്തിന്റെ വിഗതകുമാരൻ, അല്ലെ, വിഗതകുമാരൻ എന്ന് പറയുന്ന മൂവിയാണ് പറയുന്നത് ആദ്യത്തെ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അതേപോലെ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? അതാണ് രാജ ഹരിചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ദാദാഭായ് ഫാൽക്കെയുടെ എന്താണ് മൂവിയാണ്. ഓക്കെ, അടുത്ത 2025 ജൂലൈയിൽ ലോകാരോഗ്യ സംഘടന സെനഗലിനെ ട്രോക്കോമയിൽ നിന്ന് മുക്തമായ ഔദ്യോഗിക രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതായിരുന്നു. ട്രോക്കോമ ഇല്ലാതാവുന്ന ലോകത്ത് 25ാമത്തെ ആഫ്രിക്കയിലെ 9ാമത്തെ രാജ്യമാണെന്ന് പറയുന്നത് സെനഗൽ എന്ന് പറയുന്നത്. ഓക്കെ, 2025 ജൂലൈയിലെ ലോകാരോഗ്യ സംഘടന WHO കേട്ടിട്ടുണ്ടായിരിക്കും. WHO എന്ന് പറയുന്നത് സെനഗൽ എന്ന് പറയുന്ന രാജ്യത്തെ ട്രോക്കോമയിൽ നിന്ന് മുക്തമായ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത്. ട്രോക്കോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് ട്രോക്കോമ എന്ന് പറയുന്നത്. അത് പരത്തുന്നത് എന്താണ്? ക്ലമൈഡിയ ട്രോക്കോമാറ്റിസ് എന്ന് പറഞ്ഞ ഒരു ജീവിയാണ് പറയുന്നത്. ട്രോക്കോമ എന്ന് പറഞ്ഞാൽ രോഗം പരത്തുന്നത്, കണ്ണിനുണ്ടാകുന്ന ഒരു അസുഖമാണ്. ഓക്കെ, ട്രോക്കോമ ഇല്ലാതാകുന്ന 25ാമത്തെ രാജ്യവും അതേപോലെ ലോകത്ത് 25ാമത്തെ രാജ്യവും ആഫ്രിക്കയിലെ 9ാമത്തെ രാജ്യവുമാണെന്ന് പറയുന്നത് സെനഗൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഒപ്പം പറഞ്ഞതാണ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ റേഡിയോ സംപ്രേഷണ പരമ്പരയായിട്ടുള്ള മൻ കി ബാത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇന്ത്യ നമ്മുടെ എന്ത് ചെയ്യുന്നു? ട്രോക്കോമയിൽ നിന്ന് മുക്തമായുള്ള കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്
പെഹൽഗാം. ഓക്കെ, പെഹൽഗാം ഭീകരരെ വധിച്ച ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ എന്തായിരുന്നു എന്നുള്ളതായിരുന്നു. ഓക്കെ, പെഹൽഗാം ഭീകരരെ വധിച്ചിട്ടുള്ള ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഓപ്പറേഷൻ എന്തായിരുന്നു? ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ളതായിരുന്നു. ഓക്കെ, ഓപ്പറേഷൻ മഹാദേവ് എന്നുള്ളതായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് നമ്മൾ തിരിഞ്ഞു പോരുത്. ഓക്കെ, അതായത് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിന്റെ എന്താണ് പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിലുള്ള ഭീകര സൈനിക താവളങ്ങളെ നേരെ എന്താണ് നമ്മുടെ ഇന്ത്യ നടത്തിയ ആക്രമണമാണ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണം, ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള തീവ്രവാദികളെ തെരഞ്ഞു കണ്ടുപിടിച്ചതിന് ശേഷം അവർ വധിക്കുന്ന ഇന്ത്യൻ ആർമി, അതായത് ഇന്ത്യൻ സേനയുടെയും അതേപോലെ ജമ്മു ആൻഡ് കാശ്മീർ പോലീസിന്റെ സംയുക്തമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണെന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തിടെ ലാഡോ സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാന്നുള്ളതാണ് അടുത്ത ചോദ്യം പറയുന്നത്. ഓക്കെ, അടുത്തിടെ ലാഡോ സഖി യോജന ആരംഭിച്ച സംസ്ഥാനം ഏതായിരുന്നു? അത് ഹരിയാന ആയിരുന്നു. ഏതാണ്? ഹരിയാനയാണ് പറയുന്നത് ലാഡോ സഖി യോജന എന്ന് പറയുന്നത്. അതായത് ലാഡോ സഖി യോജന എന്ന് പറയുന്ന യോജനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഹരിയാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേക സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾ. ഓക്കെ, ചെയ്യുന്ന സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ. ഓക്കെ, അവർ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളെ കണ്ടുപിടിക്കുക, അതിനുശേഷം അവർക്ക് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ്, അതേപോലെ അവർക്ക് ശരിയായ രീതിയിൽ അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത്, അവർക്ക് ശരിയായ രീതിയിൽ അവർക്ക് ഭക്ഷണങ്ങൾ, അതേപോലെ അവർക്ക് വേണ്ട ആഹാരം ലഭിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അവർക്ക് മരുന്ന്. ഓക്കെ, അവർക്ക് ശരിയായ രീതിയിൽ മരുന്ന്, അതേപോലെ തന്നെ അവർക്ക് ചെക്കപ്പുകൾ മറ്റും നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾ മറ്റേ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ മറ്റൊക്കെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യുന്നത് ഈ പറഞ്ഞ ലാഡോ സഖി യോജന പ്രധാനപ്പെട്ട പ്രത്യേകത പറയുന്നത്. ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്ഥലങ്ങളെ തരംതിരിഞ്ഞ ശേഷം ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു വില്ലേജിലോ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഗർഭിണിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ആയയോ അല്ലെങ്കിൽ എന്തൊരു ആശാ വർക്കറെ എന്ത് ചെയ്യും അസൈൻ ചെയ്യുന്നത് ആയിരിക്കും. ഇതാണ് പ്രധാനപ്പെട്ട ലാഡോ സഖി യോജന പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. ഏതാണ്? ഹരിയാനയാണ്. ഓക്കെ, അടുത്തത് AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സസൈസ് 2025 നടന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സസൈസ് 2025 നടന്നത് എവിടെയാണ്? സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, AI അധിഷ്ഠിത സംവിധാനങ്ങൾ പരീക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ ദിവ്യദൃഷ്ടി എക്സസൈസ് 2025 നടന്നത് എവിടെയാണ്? സിക്കിമിലാണ്. എവിടെയാണ്? സിക്കിമിലാണ്. ഓക്കെ, അടുത്തത് എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരാണെന്നുള്ളതായിരുന്നു. ഓക്കെ, അടുത്തിടെ എക്സൈസ് കമ്മീഷണറായിട്ട് നിയമിതനായത് ആരായിരുന്നു? തൊട്ടുമ്പത്തെ ADGP ആയിട്ടുള്ളതായിരുന്നു MR അജിത് കുമാർ ആയിരുന്നു. ആരാണ്? MR അജിത് കുമാർ ആയിരുന്നു പറയുന്നത്. എക്സൈസ് കമ്മീഷണറായിട്ട് അദ്ദേഹം നിയമിതനായത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ? പുതിയ എക്സൈസ് കമ്മീഷണർ നിയമിതനായ ആരാണ്? തൊട്ടുമുമ്പത്തെ ADGP ആയിട്ടുള്ള ആരാണ്? MR അജിത് കുമാർ ആയിരുന്നു. ആരാണ്? MR അജിത് കുമാർ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത നമ്മുടെ ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടന ഏതാണെന്നുള്ളതാണ്. ഓക്കെ, ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന ആഗോള സംരംഭം ആരംഭിച്ച സംഘടന ഏതാണ്? WHO ആണ്. അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടനയാണെന്ന് പറയുന്നത്. ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന് പറഞ്ഞ ആഗോള സംരംഭം ആരംഭിച്ചത് ഏതാണ്? WHO ആണ്, അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ എന്താണ് ലോകാരോഗ്യ സംഘടനയാണ്. ഓക്കെ, ഈ പറയുന്ന സ്പെക്സ് 2030 പ്രധാനപ്പെട്ട പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തുടനീളമായിട്ട് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് പോലത്തുള്ള ദൂരത്തേക്കുള്ള കാഴ്ച വസ്തുക്കൾ കാണാൻ പറ്റാത്ത അടുത്ത വസ്തുക്കൾ കാണാൻ പറ്റാത്താവുന്ന രീതിയിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുന്ന ഒരുപാട് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചതിന് ശേഷം അവർക്ക് എന്ത് നൽകുക, ലെൻസും മറ്റും നൽകി എന്ത് ചെയ്യുക, അവർക്ക് അവരുടെ കാഴ്ച തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവർ എന്ത് ചെയ്യുന്നത് അതിലൂടെ ലക്ഷ്യം വെക്കുന്നു പറയുന്നത്. ഓക്കെയാണല്ലോ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്തു, ആഫ്രിക്ക കേന്ദ്രീകരിച്ച് അവരെന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു മിഷന്റെ പേരാണ് ഈ പറയുന്ന ഗ്ലോബൽ സ്പെക്സ് 2030 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എന്ത് ചെയ്തു കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതുപോലെ എല്ലാ ആഴ്ച അവസാനം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മുടെ അടുത്ത കാണപ്പെടുന്നത് ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ആർച്ചറി മിക്സ്ഡ് കോമ്പൗണ്ടിൽ സ്വർണം നേടിയത് ആരാണെന്നാണ്. ഓക്കെ, ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ആർച്ചറി മിക്സ്ഡ് കോമ്പൗണ്ടിൽ സ്വർണം നേടിയത് ആരായിരുന്നു? പർണീത് കൗർ കുശൽ ദലാലുമാർ. ആരാണ്? പർണീത് കൗർ കുശൽ ദലാലുമാർ. ഓക്കെ, കൊറിയക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, നമ്മൾ അവരെ പരാജയപ്പെടുത്തിയതിനു ശേഷമാണ് അവർ മുന്നിലേക്ക് എത്തുന്നത്. ഓക്കെ, ലോക യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ആർച്ചറി മിക്സ്ഡ് കോമ്പൗണ്ടിൽ സ്വർണം നേടിയതാണ്
പർണീത് കൗറും കുശൽ ദലാലുമായി നമ്മൾ പറഞ്ഞിരുന്നു. ലോക യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്ന് പറയുന്നത് എവിടെയാണ്? ഫിസു എന്ന് പറയുന്നത് അല്ലേ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ആണ് ഫിസു എന്ന് അറിയപ്പെടുന്നത്. അത് എവിടെ വെച്ചാൽ നടന്നു പറഞ്ഞാൽ നമ്മൾ ജർമ്മനി വെച്ച് നടന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതേ ഉള്ളായിരുന്നു അല്ലേ. അവിടെ എന്താണ് ആർച്ചറി മിക്സ്ഡ് കോമ്പൗണ്ടിൽ സ്വർണ്ണം നേടി ആരൊക്കെയായിരുന്നു? പർണീത് കൗറും കുശൽ ദലാലുമായിരുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. 2025 ജൂലൈയിൽ ഏത് രാജ്യമാണ് തങ്ങളുടെ പ്രധാന നാവിക അഭ്യാസമായിട്ടുള്ള ജൂലൈ സ്റ്റോം ആരംഭിച്ചത് എന്നുള്ളതാണ്. 2025 ജൂലൈയിൽ ഏത് രാജ്യമാണ് തങ്ങളുടെ പ്രധാന നാവിക അഭ്യാസമായിട്ടുള്ള ജൂലൈ സ്റ്റോം ആരംഭിച്ചതെന്ന് പറയാം. ഏത് രാജ്യമായിരുന്നു അത്? റഷ്യ എന്ന രാജ്യമാണ്. റഷ്യ എന്ന രാജ്യം ഏകദേശം 135ഓളം വരുന്ന അദ്ദേഹത്തെ അവരുടെ വലിയ നാവിക പടകൾ എന്ത് ചെയ്യുന്നു? ബാൾട്ടിക്, അതേപോലെ കാസ്പിയൻ കടലിലായിട്ട് മറ്റു ഇന്ത്യയായിട്ട് 30,000-ലധികം ട്രൂപ്സും 130,000-ലധികം ഇന്ത്യ കപ്പലുകൾ അടങ്ങുന്ന വലിയ സൈന്യത്തെ എന്ത് ചെയ്യുന്നു? എന്താണ് ഈ പറഞ്ഞ ബാൾട്ടിക് അതേപോലെ കാസ്പിയൻ കടലിലായിട്ട് എന്ത് ചെയ്ത് വലിയ തോതിൽ വിന്യസിപ്പിച്ചതിന് ശേഷം നടന്ന വലിയ നാവിക അഭ്യാസം കൂടിയാണ് ഈ പറയുന്ന ജൂലൈ സ്റ്റോം എന്നറിയപ്പെടുന്നത് അല്ലെ. ആ പേര് കേട്ടെന്ന് അറിയാം, കൊടുങ്കാറ്റായിരുന്നു അല്ലെ ജൂലൈ സ്റ്റോം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത് നടത്തിയ ഏത് രാജ്യമാണ്? റഷ്യയാണ്. ഇതാണ് റഷ്യ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക അഭ്യാസമായിട്ടുള്ള എക്സസൈസ് ഡ്രോൺ പ്രഹർ നടന്നത് എവിടെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക അഭ്യാസമായിട്ടുള്ള എക്സസൈസ് ഡ്രോൺ പ്രഹർ നടന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണത്? അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ സൈനിക അഭ്യാസമായിട്ടുള്ള എക്സസൈസ് ഡ്രോൺ പ്രഹർ നടന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. എവിടെയാണത്? അരുണാചൽ പ്രദേശിലാണ്. ഓക്കെ, എവിടെയാണത്? അരുണാചൽ പ്രദേശിൽ ആണ്. പുതിയ മാർക്കുന്നത് അരുണാചൽ പ്രദേശിൽ ഈസ്റ്റ് സിയാങ് സ്ഥലമാണ്. ഓക്കെ ഓക്കെ ഈസ്റ്റ് സിയാങ് അടുപ്പിച്ച സ്ഥലങ്ങളിലാണ് ഇത് പറയുന്നത് ഈ പറയുന്ന ഈ ഓപ്പറേഷൻ ഡ്രോൺ പ്രഹർ എന്ന് പറയുന്ന എക്സസൈസ് നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. 2025 ജൂലൈയിൽ ഇറാൻ വിക്ഷേപിച്ച ടെലികോം സാറ്റലൈറ്റിന്റെ പേരെന്താണെന്നുള്ളതാണ്. 2025 ജൂലൈയിൽ ഇറാൻ വിക്ഷേപിച്ചിട്ടുള്ള ടെലികോം സാറ്റലൈറ്റ്. ഓക്കെ, ടെലികോം സാറ്റലൈറ്റ് ആണ്. അതിന്റെ പേരെന്താണ്? നഹീദ് 2 എന്നുള്ളത്. എന്താണ് നഹീദ് 2 എന്നുള്ളതാണ്? സൊവ്യൂസ് എന്ന് പറയുന്ന സൊവ്യൂസ് എന്ന് പറയുന്ന ഒരു റഷ്യൻ റോക്കറ്റിലാണ്. ഓക്കെ, സൊവ്യൂസ് എന്ന് പറയുന്ന റഷ്യൻ സ്പേസ് ഏജൻസിയുടെ റോക്കറ്റിലായിരുന്നു പറയുന്നത്. അപ്പോൾ നഹീദ് 2 എന്ന സാറ്റലൈറ്റ് എന്ത് ചെയ്തിരുന്നു? ലോഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവർ തന്നെ എന്താണ് റഷ്യയുടെ തന്നെ സൊവ്യൂസ് റോക്കറ്റ് എന്നുള്ള റോക്കറ്റ് ആ റോക്കറ്റിൽ അവരുടെ വിക്ഷേപണം അവരുടെ M4 M3 M4 M5 എന്ന് പറയുന്ന കുറെ ക്ലാസ്സുകൾ ഇന്ത്യൻ സാറ്റലൈറ്റ് കൊണ്ടുവന്നതിന് കൂടാണ് ഈ പറയുന്ന നഹീദ് 2 എന്ന സാറ്റലൈറ്റ് അവർ എന്ത് ചെയ്തത്? ബഹിരാകാശത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ നോക്കി? എന്താണ് നഹീദിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത? ടെലികോം സാറ്റലൈറ്റ് ആണ്. എന്താണ്? ടെലികോം സാറ്റലൈറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഇൻസാറ്റ് ജിസാറ്റ് ഒക്കെ പറയുന്ന പോലെ എന്താണ് ഒരു സാറ്റലൈറ്റ് ആണ് ഈ പറയുന്നത് നഹീദ് 2 എന്ന് പറയുന്നത്. ഓക്കെ, അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ASNB അക്കാദമി തിരുവിതാംകൂർ LDC കൂടി ലോങ് ടൈം ബാച്ച് ആരംഭിച്ച നിങ്ങളെ അറിഞ്ഞു അല്ലേ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ തിരുവിതാംകൂർ LDC എന്ത് ചെയ്യുന്ന നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LDC നമ്മൾ ലോങ് ടൈം ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഡെയിലി കണ്ടന്റ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസത്തെ കണ്ടന്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫുൾ സിലബസ് കവറേജ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ഭാഗം പോലെ വിട്ടുപോകാതെ നമ്മൾ ഫുൾ സിലബസ് നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്ത് തന്നെയായിരിക്കും. അതേപോലെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. പ്രീവൈക്ക് പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ലെവൽ എങ്ങനെയാണ് മനസ്സിലാവുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തതിലൂടെയാണ്. അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യും? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് നിങ്ങൾ എന്ത് ചെയ്യും? ഓക്കെ ആയിരുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്പെഷ്യൽ കണ്ടന്റ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യും? പരുവപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ ഡെയിലി സ്റ്റഡി പ്ലാൻ അത് തരുന്നുണ്ട്. അതായത് എല്ലാ ദിവസവും ഏതിൽ എത്രത്തോളം പഠിക്കണം, ഓക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകി നിങ്ങളെ തിരുവിതാംകൂർ ഡിസ്ട്രിക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പ്രാപ്തരാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ASNB അക്കാദമി ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് സംശയങ്ങൾ മറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന നമ്പർ 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് സംശയം പറ്റുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മൾ ദൂരീകരിച്ച് തരുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ ആഴ്ച അവസാനം എല്ലാ വീക്കിലും നമ്മുടെ വീക്കിലി കണ്ടന്റ് വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.